കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് ഹൂതികൾ വീണ്ടും ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ഇസ്രായേലിലെ എലാറ്റിനടുത്തുള്ള റാമോൺ വിമാനത്താവളത്തിലാണ് യമൻ സായുധ ഗ്രൂപ്പ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തിൽ വിമാനത്താവളത്തിൻ്റെ പാസഞ്ചർ ടെർമിനലിൽ സ്ഫോടനമുണ്ടായി. ഇതോടെ ആളുകൾ പരിഭ്രാന്തരാകുകയും ചെയ്തു. ആക്രമണത്തിൻ്റെ ആഘാതത്തിന് മുമ്പ് സൈറനുകൾ മുഴങ്ങിയില്ലെന്ന് IDF സമ്മതിച്ചു. തന്ത്രപ്രധാന മേഖലയിൽ ആക്രമണ മുന്നറിയിപ്പ് നൽകുന്ന സൈറനുകൾ മുഴങ്ങാത്തത് ഇസ്രായേൽ പ്രതിരോധ വൃത്തങ്ങളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നാലെ വിമാനത്താവളത്തിലെ ടെർമിനലിൽ നിന്ന് പുക ഉയരുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. അന്വേഷണം തുടരുന്നതായി IDF വ്യക്തമാക്കി. റാമോൺ വിമാനത്താവളത്തിന് മുകളിലുള്ള വ്യോമാതിർത്തി അടച്ചിട്ടു. ഭീകരാക്രമണം എന്നാണ് സംഭവത്തെ ഇസ്രായേൽ വിശേഷിപ്പിച്ചത്. വ്യോമ പ്രതിരോധ സംവിധാനം ശക്തമാക്കുമെന്നും സൈന്യം വ്യക്തമാക്കി. ഇസ്രായേലിലെ റാമോൺ വിമാനത്താവളത്തിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം യമനിലെ ഹൂതികൾ ഏറ്റെടുത്തു. മുതിർന്ന ഹൂതി നേതാക്കളുടെ കൊലപാതകത്തിന് പ്രതികാരമായാണ് ഹൂതികൾ അവരുടെ ആക്രമണങ്ങൾ വർദ്ധിപ്പിച്ചത്. ആക്രമണത്തെ ഗുണപരമായ പ്രവർത്തനം എന്നാണ് ഹൂതി വക്താവ് നാസർ എൽദിൻ വിശേഷിപ്പിച്ചത്. കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ഹൂതി വക്താവ് നൽകി. ഇസ്രായേൽ വിമാനങ്ങൾ സുരക്ഷിതമല്ലെന്നും വിദേശികൾ ഇസ്രായേൽ വിമാനത്താവളങ്ങൾ വിട്ടുപോകാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇസ്രായേലിലെ നിർണായക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാവും അടുത്ത ആക്രമണമെന്നും ഹൂതി വക്താവ് മുന്നറിയിപ്പ് നൽകി. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ യമൻ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവിയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഹൂതികൾ ആക്രമണം കടുപ്പിച്ചത്. നേരത്തെ ഇസ്രായേലിലെ 5 സുപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു. ടെലവിവിലെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ജനറൽ സ്റ്റാഫ് കെട്ടിടം, ഹദേര പവർ സ്റ്റേഷൻ, ബെൻ ഗുരിയോൺ വിമാനത്താവളം, അഷ്ദോദ് തുറമുഖം, വടക്കൻ ചെങ്കടലിലെ MSC എബി കപ്പൽ എന്നിവ ലക്ഷ്യമിട്ട് 5 പ്രത്യേക സൈനിക ഓപ്പറേഷനുകൾ നടത്തിയതായി യമൻ സായുധ സേന പ്രഖ്യാപിച്ചിരുന്നു. നിരവധി ഡ്രോണുകളും ഒരു ക്രൂസ് മിസൈലും ഉപയോഗിച്ചാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത്. സമദ് 4 ഡ്രോണുകൾ ഉപയോഗിച്ച് 4 ഡ്രോൺ ഓപ്പറേഷനുകൾ നടത്തിയതായി യമൻ സായുധ സേനയുടെ വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹിയ സാരി പറഞ്ഞു. ആദ്യത്തേത് ടെലവിവിലെ ജനറൽ സ്റ്റാഫ് കെട്ടിടത്തെ ലക്ഷ്യമിട്ടപ്പോൾ ബാക്കിയുള്ള 3 ഹദേര പവർ സ്റ്റേഷൻ, ബെൻ ഗുരിയോൺ വിമാനത്താവളം, അഷ്ദോദ് തുറമുഖം എന്നിവ ആക്രമിച്ചു. എല്ലാ ലക്ഷ്യങ്ങളും വിജയകരമായി തകർത്തതായി ഹൂതി വക്താവ് അവകാശപ്പെട്ടു. വ്യോമസേനയും മിസൈൽ യൂണിറ്റും MSC എബി എന്ന കപ്പലിനെതിരെ സംയുക്ത ഓപ്പറേഷൻ നടത്തിയതായി ഹൂതികൾ അറിയിച്ചു. പലസ്തീനിലെ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് ലംഘിച്ചതിനും ഇസ്രായേൽ ഭരണകൂടവുമായുള്ള ബന്ധത്തിനുമാണ് ആക്രമണം. 2 ഡ്രോണുകളും ഒരു ക്രൂസ് മിസൈലും ഉപയോഗിച്ചാണ് കപ്പലിനെ നേരിട്ട് ആക്രമിച്ചത്. ഗാസ മുനമ്പിലെ ഫലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണയുടെ ഭാഗമാണ് ഈ ആക്രമണങ്ങളെന്ന് യമൻ സായുധ സേന വ്യക്തമാക്കി. ഗാസയിലെ വംശഹത്യ അവസാനിക്കുകയും ഉപരോധം നീക്കുകയും ചെയ്യുന്നതുവരെ ആക്രമണം തുടരുമെന്നാണ് ഹൂതികൾ പ്രഖ്യാപിച്ചത്.